കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അല്പം വടക്കു മാറി നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ് നമ്മളിനി പോകുന്നത്. കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഉപദേവതകളായി വേടക്കുരു മകൻ, ദുർഗാദേവി, നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെൻ്റാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് മുൻപ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത്. അതിലെ ഒരു അംഗത്തിന് അടുത്തുള്ള പുഴയിൽ നിന്നും ഒരു ഗണപതി വിഗ്രഹം കിട്ടി. അദ്ദേഹവും മറ്റു സൈനികരും ചേർന്ന് ആ വിഗ്രഹം ആരാധിച്ചു പോന്നു. കാലക്രമത്തിൽ ഗണപതി അവരുടെ ദേവനായി മാറി. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ കരസേന ആസ്ഥാനവും തിരുവനന്തപുരത്തായി. തുടർന്ന് ഗണപതിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പഴവങ്ങാടിയിൽ ക്ഷേത്രം പണിയുകയുമായിരുന്നു. പിന്നീട് പലതവണ പുതുക്കിപ്പണിഞ്ഞ ക്ഷേത്രം 2019 വീണ്ടും പുതുക്കിപ്പണിതു. തിരുവിതാംകൂർ സൈന്യം മദ്രാസ് റെജിമെൻറ്റ് ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രം അതിൻ്റെ കീഴിലായി. ചിങ്ങമാസത്തിലെ വെളുത്ത ചതുർത്ഥി ദിവസം ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥിയാണ് പഴവങ്ങാടി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണിത്. ഗണപതി ഭഗവാന്റെ ജന്മദിനമായി അറിയപ്പെടുന്ന വിനായക ചതുർത്ഥി നാളിൽ ക്ഷേത്രനട രാവിലെ നേരത്തെ തുറന്ന് പൂജ നടത്തുന്നു. അന്നേ ദിവസം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ്. 108 നാളികേരങ്ങളാണ് ഈ ഹോമത്തിന് ഉപയോഗിക്കുന്നത്. ക്ഷേത്ര തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഹോമം നടത്തുന്നത്. ക്ഷേത്ര നടത്തിപ്പുകാരായ മദ്രാസ് റെജിമെൻറ്റുകാരുടെ വക വലിയ അലങ്കാരങ്ങളാണ് ഈ ദിവസം ക്ഷേത്രത്തിലുണ്ടാവുക. പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെ കിടക്കുന്ന തമ്പാനൂർ വരെ വലിയ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു. സന്ധ്യയ്ക്ക് തുറന്ന വാഹനത്തിൽ ഗണപതി വിഗ്രഹം പ്രദക്ഷിണത്തിന് ഇറക്കുന്നു. 2015 വരെ 3 ആനകളുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിച്ചിരുന്നത്. ക്ഷേത്രത്തിൽ തുടങ്ങുന്ന പ്രദക്ഷിണം കിഴക്കേക്കോട്ടയിലൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെത്തുകയും തുടർന്ന് പത്മനാഭസ്വാമിയെയും പത്മതീർത്ഥക്കുളത്തെയും വലം വച്ച ശേഷം തിരിച്ച് ക്ഷേത്രത്തിലെത്തുകയും ചെയ്യുന്നതാണ് ഈ ചടങ്ങ്. നിരവധി ഭക്തജനങ്ങളാണ് ഈ കാഴ്ച കാണാനായി വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുമ്പോഴും ക്ഷേത്രത്തിൽ മടങ്ങിയെത്തുമ്പോഴും കരിമരുന്ന് പ്രയോഗം നടത്തുന്നതും പതിവായിരുന്നു. എന്നാൽ 2016 ഇതും നിർത്തി. അന്നേ ദിവസം അപ്പവും മോദകവുമാണ് പ്രധാന നിവേദ്യ വസ്തുക്കൾ. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് സമീപകാലത്തായി വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗണേശോത്സവം തുടങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ ഗണേശോത്സവങ്ങളുടെ മാതൃകയിലാണ് ഇത് നടത്തപ്പെടുന്നത്. കളിമണ്ണ് കൊണ്ട് ഗണപതി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ചതുർത്ഥിക്ക് മുമ്പുള്ള 10 ദിവസം പൂജ നടത്തുകയും ചതുർത്ഥിയുടെ പിറ്റേ ദിവസം, അതായത് പഞ്ചമി ദിവസം നിമജ്ജനം ചെയ്യുന്നതുമാണ് ചടങ്ങ്. ശംഖുമുഖം കടപ്പുറത്താണ് വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്രകൾ വളരെ വലുതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇവ ജനശ്രദ്ധ പിടിച്ചു പറ്റി കഴിഞ്ഞിട്ടുണ്ട്. നിത്യേന 3 പൂജകൾ ഉള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. രാവിലെ 4:30 മണിക്ക് നട തുറക്കുന്നു. നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. തുടർന്ന് 5 മണിക്ക് അഭിഷേകം, 5:30 ഉഷപൂജയും തുടർന്ന് ഗണപതി ഹോമവും നടക്കുന്നു. രാവിലെ 9 മണിക്ക് ഉച്ചപൂജയും തുടർന്ന് നവക പഞ്ചഗവ്യ കലശാഭിഷേകങ്ങളും കഴിഞ്ഞ് 10:30 നടയടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധനയും തുടർന്ന് 7 മണിക്ക് അത്താഴപൂജയും നടത്തി 8 മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു. കൂട്ടുകാരെ, ഞങ്ങൾ അറിഞ്ഞതും കേട്ടതും നമ്മൾ വായിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഗണപതി ക്ഷേത്രം, നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.